സിന്ധൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അല്ലേ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആദ്യമുള്ള പണി എന്താണെന്ന് വെച്ചാൽ മനുവിന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു സ്കൂളിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ പഠിക്കുന്ന ടൈമിലും പിന്നെ അതുപോലെ പഠിപ്പിക്കുന്ന ടൈമിലും പിന്നെ അപ്പൂസിന് വേണ്ടിയിട്ടും മനുവിന് വേണ്ടിയിട്ടും ഒക്കെയാണ് എൻ്റെ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ കുറേ നേരമായി മനു പറഞ്ഞുകൊണ്ട് നടക്കുന്നു ചെയ്തു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ അവൻ ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരിപാടി എന്നോട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറയണു. അപ്പോൾ അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. സാധാരണ A4 പേപ്പറിൽ ചെറിയ പേപ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ചെയ്യാറുണ്ട്. എന്നോട് അങ്ങനെ പറയാറൊന്നുമില്ല കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറ്റില്ല, നീ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മോഡൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആയാലും നമ്മൾ ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യണതെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു ചാർട്ടാണെന്നുണ്ടെങ്കിൽ ആ ചാർട്ടിൻ്റെ വലിപ്പം വെച്ചിട്ട് നമ്മൾ എവിടെ അതിൻ്റെ ഹെഡിങ് കൊടുക്കണം, ഏത് കളറിൽ കൊടുക്കണം, ഏത് ചാർട്ട് തിരഞ്ഞെടുക്കണം, അങ്ങനെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് നമ്മൾ എഴുതേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അത് കുറേ വലുതാക്കി എഴുതണം, അപ്പോൾ എന്നോട് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ കുറേ ആയില്ലേ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവൻ തന്നെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ അതൊന്ന് മാറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതേ രാവിലെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊടിയിലല്ല, അപ്പുറത്തെ തൊടിയിൽ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള തെങ്ങ് ആൾ വരുന്ന ആ ഒരു ടൈമിലൊക്കെ തേങ്ങ ഇടിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൽ മട്ടലും വെട്ടാറുണ്ട്. അത് ഇങ്ങനെ ഉണങ്ങി വീഴേണ്ട ഓടിൻ്റെ മുകളിലേക്കാണ് വന്ന് വീഴുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കണേ കേട്ടോ. അപ്പം അതിൽ നിന്ന് നമ്മൾ തേങ്ങ ഇടിയിച്ചു. പിന്നെ അതുപോലെ തന്നെ കരിക്കുണ്ടല്ലോ, ഇളനീര്, അതും ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പട്ടയും വെട്ടി കേട്ടോ. പട്ട നമുക്ക് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മനു ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അവൻ എഴുതുന്നുണ്ടെങ്കിൽ കൂടി ചോദിക്കും. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സമയം പോകുന്നുണ്ട് കേട്ടോ. അവരിവിടെ ഉള്ളൊരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പണിയായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയോ, അവരതൊന്നും അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും, അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ഓർഡറിലൊന്നും ആയിരിക്കില്ല അത് ഉണ്ടാവുക കേട്ടോ. അതൊരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഞാൻ ചെയറുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് പോകുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുതാൻ ചെന്ന സമയത്ത് കണ്ടില്ലേ, കസേരയൊക്കെ തല കുത്തനെയാണ് ഇരിക്കണത് കേട്ടോ. കസേര സോഫയുടെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതൊക്കെ ഉണ്ടാകും, അതൊക്കെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വയം സമാധാനിക്കും കേട്ടോ. ആദ്യമൊക്കെ ഞാനിങ്ങനെ പറയും, അത് ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണോ കിട്ടിയിട്ടുള്ളത്, അത് കിട്ടിയെടുത്ത് കൊണ്ടുവയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും കേട്ടോ. ഇപ്പോഴും ഞാനത് ചെയ്യിപ്പിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കണേ. പക്ഷെ എന്നാലും കാണിക്കാനുള്ളത് അതൊക്കെ കാണിച്ച് തന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെന്ന് പറയാം. പിന്നെ നമ്മൾ കൊട്ടും കുരവയൊക്കെ എടുത്ത് ചെല്ലണം അതുപോലെ തന്നെ വെക്കണമെങ്കിൽ. പിന്നെ നമുക്ക് കുറച്ച് ഉണക്ക മാന്തൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഉണക്ക മാന്തളല്ല, ഇതിൻ്റെ പേര് എനിക്കറിയാം, കടുവയോ അങ്ങനെ എന്തോ ഒന്ന് പേര് പറഞ്ഞ് കേട്ടോ. ഇത് എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ശരിക്കുള്ളത്. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഇവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കണവയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, ചോദിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇതിൽ ഉണക്കമീനിൽ തേച്ചെടുത്തിട്ടുള്ളത് കേട്ടോ.
ഉണക്കമീനിൽ ഇങ്ങനെ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതേ കുറച്ച് നമ്മൾ ചൂട് കാലമല്ലേ, നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല, പ്രത്യേകിച്ച് തണുത്ത വെള്ളം കുടിച്ചാൽ. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ ചാനലിൽ ഇതുണ്ടാക്കണതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ സർബത്ത് എന്നാണ് പറയുന്നേ തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ നാരങ്ങ ഇരിക്കുന്നുണ്ട്. നാരങ്ങയും ഇഞ്ചിയൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാരങ്ങയാണ് ഇവിടെ സാധാരണ ഉണ്ടാവാത്തത്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കുക എന്നല്ലാതെ ഇവിടെ അങ്ങനെ ഇരിക്കണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, പിന്നെ അതുപോലെ ഏലക്കായ, ഇഞ്ചി, ചെറുനാരങ്ങ, ഇത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെറുനാരങ്ങയുടെ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. 2 ഏലക്കായ എടുത്തിട്ട് നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. എനിക്കിതുണ്ടാക്കിയ സമയത്ത് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇത് ഞാൻ ഒന്നിച്ച് തന്നെ എല്ലാതും കൂടെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ കുറച്ചൊന്ന് അത് ഇഞ്ചിയും ഒക്കെ ഒന്ന് അതിൽ അരഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഉണ്ടാക്കി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ എന്താ പറയുക, കാഷ്യൂ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഉണ്ടാക്കി കുടിച്ചു. നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ആണ്, ആ ഒരു ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്ലാസ്സൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല, ചെറുനാരങ്ങ ആയാലും. അപ്പോഴേക്ക് ഉണ്ടാക്കി കുടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ ഇതിൽ ഞാൻ 2 ദിവസത്തെ ക്ലിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ജ്യൂസ് ഉണ്ടാക്കിയ ഒരു ടൈമിൽ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അത് കഴിക്കുന്ന ഒരു ടൈമിൽ, എല്ലാവരും ഉള്ള ഒരു ടൈമിൽ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ പൊതുവെ. ഇല്ലയെന്നുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കും. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ദിവസം ഉപയോഗിക്കുന്ന ആ ഒരു നോർമൽ രീതിയിലാണ് പോകുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ എല്ലാവരും ഉള്ള ടൈമിൽ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് രാവിലത്തെ കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇതെനിക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോയ്ക്ക് എനിക്ക് വ്യൂസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഫസ്റ്റ് തന്നെ കൊടുക്കാതിരിക്കണത്. അപ്പോൾ രാവിലെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കുന്നതായിരുന്നു ഇത്. പുട്ട് ഞാൻ വൈകുന്നേരത്തേക്കും കൂടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. മറ്റേത് സ്കൂൾ വിട്ട് വരുന്ന ഒരു ടൈമിൽ നമ്മൾ ബേക്കറി ഒന്നും അധികം അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. പുട്ടൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെ അല്ല, ഇത് രാത്രിയാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. നാളെ നമുക്ക് വീണ്ടും കാണാം.